അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഹബീബ നബി പറഞ്ഞത്? ഇന്ന മിൻ ഇബാദി, അതായത് യഖൂലുല്ലാഹ്, അള്ളാഹ് പറയുന്നുണ്ട്. ഖുദ്സി ഹദീസാണ്, ഖുദ്സി ഹദീസാണ്. ഇന്ന മിൻ ഇബാദി, എൻ്റെ അടിമകളിലുണ്ട്, മൻ, ചില ആളുകൾ, ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഗിന, സമ്പത്തല്ലാതെ. ഓനെ ഈമാൻ നന്നാകണമെങ്കിൽ ഓൻ മുതലാളിയാകും. ഇന്ന മിൻ ഇബാദി, ഖുദ്സി ഹദീസാണോ, അള്ളാഹു പറയാണ്, യഖൂലുല്ലാഹ്, അള്ളാഹു പറയാണ്. ആരാ റിപ്പോർട്ടർ? അനസ് തങ്ങൾ റളിയല്ലാഹു അൻഹു. മുസ്തഫ നബി പറഞ്ഞു, ഞങ്ങൾ കേട്ടു. യഖൂലുല്ലാഹ്, അള്ളാഹു പറയുന്നുണ്ട്, എൻ്റെ റബ്ബ് പറഞ്ഞത്, ഇന്ന മിൻ ഇബാദി, എൻ്റെ ദാസന്മാർ, ദാസികളിലുണ്ട്, മൻ, ചില ആളുകൾ, ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഗിന, സമ്പത്തല്ലാതെ. വലൗ അഫ്ഖർതുഹു, ഞാൻ അവനെ ദരിദ്രനാക്കിയാൽ, ലഅഫ്സദഹു ദാലിക, ദാരിദ്ര്യം അവൻ്റെ ഈമാനെ നശിപ്പിച്ചു കളയും. നല്ലോനാ, പക്ഷെ മുതലാളി അല്ലാതെ ഒന്നും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അവനെ മുതലാളിയാക്കും. മനസ്സിലായില്ലോ പറഞ്ഞത്? ചിന്തിക്കുക. ചില സമ്പത്തിൻ്റെ പിന്നിൽ അങ്ങനെയുണ്ട്, ചില ദാരിദ്ര്യത്തിന് പിന്നിൽ എങ്ങനെയുണ്ട്. ഇന്ന മിൻ ഇബാദി, എൻ്റെ ദാസന്മാരിലുണ്ട്, മൻ, ചില ആളുകൾ, ലാ യുസ്ലിഹു ഈമാനഹു, നോക്ക്, ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഗിന, സമ്പത്തല്ലാതെ. വലൗ അഫ്ഖർതുഹു, ഞാൻ അവനെ ദരിദ്രനാക്കിയാൽ, ലഅഫ്സദഹു ദാലിക, ലഅഫ്സദഹു, മനസ്സിലായില്ലേ? അവൻ്റെ ഈമാനിനെ ഫസാദാക്കി കളയും. ദാലിക, അദാരിദ്ര്യം. അപ്പോൾ ഞാൻ അവന് എന്ത് കൊടുക്കും? ഇതിലൊടുക്കും. എന്തേ? അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ഒരു കാരണം ഉണ്ടാവും. അതിനൊരു കാരണം ഉണ്ടാവും. ഇവൻ്റെ ഈമാൻ അല്ലാഹു നിലനിർത്തി കൊടുക്കാൻ ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ ഖൽബിൽ റഹ്മത്തുണ്ടാവും. മനസ്സിലായില്ല? ഭയങ്കര റഹ്മത്തുള്ളവനായിരിക്കും. എന്നാൽ മുതൽ പോയവൻ നശിച്ചുകയും ചെയ്യും. അവന് കൈ കിട്ടിയ ആർക്കും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? റഹ്മത്തുണ്ട്. ഓൻ പൊളിഞ്ഞാലോ ഈമാൻ തന്നെ പുറത്തു പോകും. എന്നാൽ അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? റഹ്മത്തുള്ളതുകൊണ്ട് ഞാൻ ഒരു ഈമാൻ പൊളിയാൻ സമ്മതിക്കൂല. അവൻ്റെ ഈമാൻ പൊളിയാതെ അള്ളാഹു സംരക്ഷിക്കാൻ ഒരു കാരണം ഉണ്ടാവും. ഓൻ കുടിഞ്ഞാൻ ആര് വന്നാലും എജ്ജും കൊണ്ടേക്കോ. റൈറ്റർ പറഞ്ഞത് എഴുതിയൊക്കെ മലയാളി എഴുതിയൊക്കെ, പിന്നെ ജോൻ ആ അത്യാവശ്യ കാര്യം നടത്തണം, കൊണ്ടുവയ്ക്ക വേഗം എന്ന് പറയുന്ന ആളാണ്. ഓനെങ്ങാനും പൊളിഞ്ഞാലോ ഓൻ ഇസ്ലാം തന്നെ ഓർത്തു പോവും. ഓനെ പിടിച്ചിക്കാൻ കഴിയില്ല. പിന്നെ കൽബിൽ എന്തുണ്ട്? റഹ്മത്ത് ഒരു ഉദാഹരണം കേട്ടോ, റഹ്മത്ത് ഒരു ഉദാഹരണം. ഇത് എൻ്റെ ഇജ്തിയാദാ. എന്തോ ഒരു കാരണം ഉണ്ടാവും അതിന്. റബ്ബോന്റെ ഈമാൻ പൊളിയാതെ സംരക്ഷിക്കാൻ ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അവൻ്റെ ഈമാൻ പൊളിയാതെ സംരക്ഷിക്കണമെങ്കിൽ പിന്നെ എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? ഹൈന, മുതല്, സമ്പത്ത്. വലൗ അഫ്ഖർതുഹു, ഞാൻ അവനെ ദരിദ്രനാക്കിയാൽ, ലഅഫ്സദഹു ദാലിക, ആ ദാരിദ്ര്യം അവൻ്റെ ഈമാനെ ഫസാദാക്കി നശിപ്പിച്ചു കളയും. ഈമാൻ തന്നെ പുറത്തു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശരി. വഇന്ന മിൻ ഇബാദി, എൻ്റെ അടിമകളിലുണ്ട്, അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ എൻ്റെ അടിമകളിലുണ്ട്, മൻ, ചില ആളുകൾ, ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഫഖർ, ദാരിദ്ര്യമല്ലാതെ. ഓൻ മുഅ്മിനാകണമെങ്കിൽ ഓൻ ദരിദ്രനാണ്. ഓൻ എന്നും ഓന് പ്രയാസമായിരിക്കും. ചിലപ്പോൾ ചില പീരിയഡ് അങ്ങനെ ഉണ്ടാവും. നമ്മളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ അവൻ പൊളിഞ്ഞു. എന്തേ? അള്ളാഹ്ക്ക് നമ്മളിഷ്ടമാണ്, അവിടെ പൊളിയണം. പൊളിഞ്ഞിട്ടില്ലെങ്കിൽ ആളും പാളും പിന്നെ വിരുന്നും സൽക്കാരുമായിട്ട് ഈമാൻ തന്നെയാണ് പോകും. അപ്പൊ അവിടെ പൊളിച്ച്. വഇന്ന മിൻ ഇബാദി, എൻ്റെ രസം മനസ്സിലാവുണ്ട് പറഞ്ഞത്. എനിക്കാണ് ഈ ഹദീസ് ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ചീരണി കൊടുക്കും. ചീരണി വാങ്ങിത്തരേണ്ട ഹദീസാണ്. മുസ്തഫ നബി പറയാം, ഒരുപാട് കിതാബിലുണ്ട് ഈ ഹദീസ്. ശ്രദ്ധിക്കണം, ഇത് മനസ്സിലാക്കണം. ഇതൊന്നും പേടിക്കണ്ട. ഇജ് കയ്യ് പൊന്തൽ കമ്മിയായ കരഞ്ഞോ, മറ്റത് ആരെ പ്രശ്നമാണ്? റബ്ബ്. മുതലാളി മുതലും തരാതിരിക്കലും ആരുടെ ചോയ്സ്? പറയാം, റബ്ബിൻ്റെ ചോയ്സ്. ചിലപ്പോൾ തരും, ചിലപ്പോൾ തരൂല. അവിടെ പൊളിയലായിരിക്കും നല്ലത്. എന്തേ പൊളിഞ്ഞ് അറിയില്ല.
അങ്ങനെ മൂല്യന്മാരെ പോറ്റിയിട്ടും അങ്ങനെ കോളേജ് കൊടുത്തിട്ടും എത്തിങ്ങാൻ നോക്കി എന്നിട്ടും പൊളിഞ്ഞു ഉസ്താദെ അവിടെ പൊളിയേണ്ടി വരും. കാരണം എന്തുകൊണ്ട് എല്ലാ യത്തീംഖാന സമ്മേളനവും പിന്നെ കോളേജിൻ്റെ സമ്മേളനവും ഇവൻ എത്താത്തത് കൊണ്ട് കാത്തിക്കാണ്. അപ്പം ഇവൻ എന്ത് വന്നും ചെയ്ത് തിരിഞ്ഞില്ല. എന്ത് സമ്മേളനം തുടങ്ങിയ ആളുകളൊക്കെ എത്തി, എല്ലാവരും എത്തി. എന്നാലും സെക്രട്ടറിക്കും പ്രിൻസിപ്പാൾക്കും ഒരു വയറ്റിലൊരു മെരുക് പായണ മാതിരി പായ. എന്ത് മൊലാളി എത്തിയിട്ടില്ല. മൊലാളി എത്തിയാലേ സമ്മേളനം. അപ്പോൾ ഒരു അൽഹംദുലില്ലാ ഞാനെത്തിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, മൊലാളി എത്തിയാൽ. അപ്പം മൊലാളിക്ക് അവിടെ എന്ത് വന്നു? കിബിർ റിയാവ് വന്നു, കിബിർ വന്നു, കഴിഞ്ഞു. പൊനാരായി. ഇപ്പൊ ഈ 1000 ചാക്ക് അരി കൊടുത്ത നമുക്ക് ആരായി നിനക്കറിയില്ലേ? പിന്നെ തിരിച്ചു പിടിച്ചത് ആരാടാ? ഇബ്ലീസായുടെ എങ്ങായി? എൻ്റെ വലിയ മുതലാളി ആരായിരുന്നു പറയണെങ്ങായി? ഇബ്ലീസാണടാവും. എന്നിട്ട് ഓൻ്റെ വലിപ്പത്തര പിന്നെ ആ സമ്മേളനമൊക്കെ പറയാം. ഓനുള്ള വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? ഓൻ 100,000 കോടി കൊടുത്തിട്ട് 50 പൈസ റെക്കോർഡിലുണ്ടാവില്ല നാളെ. അപ്പം അല്ല ഓനാണ് പൊളിച്ച്. എൻ്റെ വല്യമ്മൻ്റെ ദ്വാ ഉണ്ടാവും പ്രസവിച്ച ദിവസം. പഠിച്ചോനെ എൻ്റെ കുട്ടി സാലിയാടെ പിന്നെ മൊലാളിയായി. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. അവിടെ പൊളിയേണ്ടി വരും. പൊളിഞ്ഞു. പിന്നെ ഒക്കെ പോയി. പിന്നെ നേരത്തെ കാലത്തെത്തിയാലും സമ്മേളനത്തിൽ എൻ്റെ മുന്നിലെ കസേര വരെ ഈ മൂല്യന്മാരോന് കൊടുക്കൂല. പുറത്ത് പറയണ്ട. കാരണം പൈസ ഉള്ളവനെ കൊടുക്കുള്ളൂ, പുറത്ത് പറയണ്ട. മൂല്യർ ഉദാഹരണം, മൂല്യരായാലും നാടനായാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ ഒരു സുഖം പറയാൻ സുഖം മൂല്യരായതുകൊണ്ട് മൂല്യരെ തലയെ കിട്ടുന്നേ ഉള്ളൂ. ഒക്കെ കണക്കാണ്. ഒന്നും വിചാരിക്കരുത്. മനസ്സിലായ പറഞ്ഞത്? പടച്ച തമ്പുരാനെ വിശ്വസിക്കണം. നിങ്ങൾ വിചാരണ്ടായി എനിക്കല്ലേ കുറ്റുള്ളൂ, നിങ്ങൾ തന്നെ വിചാരം. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായ ഇടത്താലേക്ക് ഇട്ടിട്ടണം മൂമിനാന്ന് വിചാരിച്ചിട്ടുണ്ട്. മൂട്ടും കുത്തി മേപ്പെട്ട് കുത്തിയിട്ട് 1000 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് മൂമിനാവുന്ന് ഒരുത്തനും വിചാരിക്കണ്ട. ഇവിടെ നന്നാകണം, ചിന്താഗതി നന്നാകണം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ഒരു ശ്വാസം പോയ മാതിരി പറയണെങ്ങായി പറഞ്ഞത് മനസ്സിലായോ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എടാ മുതലാളി റബ്ബാന്ന് വിശ്വസിക്കാത്ത കാലത്തോളം എൻ്റെ ഈ തലയെ കെട്ടിനേക്കാൾ നല്ലത് കാട്ടുക്ക് വിറകിന് പോകുന്ന പെണ്ണിൻ്റെ തലയിലെത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. എന്തെന്നാ കാട്ടിൽ പോയി വിറകൊടുന്ന 4 ദിവസമെങ്കിലും കഞ്ഞിണ്ടാക്കാലോ. വൈന്നമിൻ ഇബാദി, എൻ്റെ ദാസന്മാരിലുണ്ട് അൽ മുഅ്മിനീന, ഇവരാരുമാണ്? മുഅ്മിനീൻ. ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല ഇല്ലൽ ഫഖർ, ദാരിദ്ര്യമല്ലാതെ. വലു അഗ്നൈതുഹു, ഞാനെങ്ങാനും അവന് സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലഅഫ്സദഹു ദാലിക, ആ നിമിഷം ഒന്നാശം. അവന് പിന്നെ ഈമാനുമില്ല, ഇസ്ലാമുമില്ല, പള്ളിയില്ല, മദ്രസയില്ല, ഒന്നുമില്ല. ഖാറൂനെ പോലെ ഉണ്ടോ? അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മൂസാ നബിൻ്റെ മൂട്ടിൽ അടക്കിന് ഏതുവരെ? മലയാളിയാണ് അവര്. മലയാളിയായപ്പോഴോ ആ വഹിക്കില്ല. അപ്പോൾ നന്നായിരുന്നത് എന്താ? ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ദാരിദ്ര്യം. മൂസാ നബി പറഞ്ഞു ചെയ്തു, ദാരിദ്ര്യമാണ് ഖാറൂനെ നല്ലത്. ധനം വേണ്ട, ധനം വേണ്ട ഖാറൂനെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് മുതലിട്ടിയാൽ നിങ്ങൾ ദ്വാരക്കി. അവസാനം ദ്വാരുന്നു. പിന്നെന്തേ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യേ ഖാറൂനെ എന്ന് പറഞ്ഞു. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, പടച്ചോൻ തന്നല്ലേ. പടച്ചോനോ എനിക്ക് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയല്ലേ. എടുക്കാറ്റ് ഏതാ സുഹൃത്തെന്നറിയോ? ഖസസ് ലാസ്റ്റാണ്. നോക്ക്. قال إنما أوتيته على علم عندي. എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്ക്, റബ്ബ് തന്നതല്ലേ ഖാറൂനേന്ന് മൂസാ നബി ഖാറൂനോട് പറഞ്ഞപ്പോൾ ഈ ഖാറൂൻ എന്തേ പറഞ്ഞേ? അള്ളാഹ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുത്തൂടെ? ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഉണ്ടാക്കിയല്ലേ. ആയുസ് മുഴുവൻ മൂസാ നബിന്റെ മൂട്ടിൽ നടന്നോനവൻ.
എന്ത് കിട്ടി? പറയങ്ങായി. മുതലാണോ വേണ്ടത് ഈമാനാണോ വേണ്ടത് തീരുമാനിക്കും. അപ്പൊ തീരുമാനിച്ചു. പിന്നെ അല്ല, മുതലാണോ വേണ്ടത് ഈമാനാണോ വേണ്ടത്? ഈമാന്. നമുക്ക് രക്ഷപ്പെടണ്ടേ? ചിലപ്പോൾ മുതലുണ്ടാവില്ല. നമ്മൾ മനുഷ്യനെ വിറ്റേന്ന് നാട്ടുകാർ കടം വിട്ടേക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നാലും മനസ്സിലായില്ലേ പറഞ്ഞത്? ഏതാ സുഹൃത്ത്? قال إنما أوتيته على علم عندي. 78. അതെ, 78. അതിന് മുമ്പ് മൂസാ നബി പറയുന്നുണ്ട്, വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. അല്ലാഹു ഇലൈക, നിനക്ക് അല്ലാഹു ഉപകാരം ചെയ്തതുപോലെ നീ ജനങ്ങൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്ക്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നടക്കട്ടെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കി നടക്കുന്നവരെ അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല. ഖാറൂനെ അല്ലാഹു ചെയ്തു തന്നതുപോലെ എന്തെങ്കിലും ജനങ്ങൾക്കൊന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കാല അല്ലാഹു ആണ് ചെയ്തു തന്നത്. ഫായിലിനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കർമ്മണി പ്രയോഗ, ഇന്നമാ ഉതീതുഹു, എനിക്ക് ലഭിക്കപ്പെട്ടു എന്നാണ്. ആരെ പേര് പറഞ്ഞില്ല? നോക്കി ഞങ്ങൾ വലിയ രസമുണ്ട്. അതിന് മുമ്പുള്ള ഇനി ഫായിലിന്റെ പേര് പറഞ്ഞു. ഇവിടെ ഫായിലിന്റെ പേര് തന്നെയല്ലേ, ഇവിടെ മജ്ഹൂല. മറ്റേ മഅറൂഫായി പറഞ്ഞു മൂസാ നബി. എന്ത്? വഅഹ്സിൻ, നീ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്ക്. കമാ ഉറക്കെ പറ കുട്ടി. കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു ചെയ്തല്ലേ. അപ്പൊ അവിടെ ഫായിലിനെ ശരിക്കും പറഞ്ഞു കൊടുത്തു. ആര്? മൂസാ നബി. ഫായിലിനെ പറഞ്ഞേനല്ല. ഖാറൂൻ പ്രതിവചിച്ചു, ഇന്നമാ ഉതീതുഹു, എനിക്കിത് ലഭിക്കപ്പെട്ടത് അലാ ഇൽമിൻ ഇൻദി, എന്റെ അറിവുകൊണ്ടാണ്. ആരെ പേരില്ല. എന്ത് കൂടി? മുതല് കൂടി, ചിക്കിളി കൂടി. പിന്നെ അവന് ആരെ ഓർമ്മ ഉണ്ടാവില്ല. പ്രശ്നം. ഇന്ന മിൻ ഇബാദി, എന്റെ ദാസന്മാർ അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ എന്റെ, അല്ലാഹു പറയാ, എന്റെ മുഅ്മിനീങ്ങളായ ദാസന്മാരിൽ ഉണ്ട് മൻ, ചില ആളുകൾ, ലാ യുസ്ലിഹു ഈമാനഹു, അവന്റെ ഈമാൻ നന്നാക്കുകയില്ല, ഇല്ലൽ ഫഖർ, ദാരിദ്ര്യം. എന്നും ദ്വാർക്കും, എന്നിട്ട് ദാരിദ്ര്യവും. എന്തേ അങ്ങനെ പോണം, എന്നാലോ മോമിനാവും. ഇപ്പം ദ്വാരക്കനുണ്ട്, പൈസ കിട്ടിയാൽ ദ്വാരക്കാൻ നേരം കിട്ടൂല. കച്ചവടം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആണ്ട് പോവും. ചിലപ്പോൾ നല്ല അടിച്ച കച്ചവടം നടന്നുകൊണ്ടിരിക്കേണ്ട ഇടയിലേക്ക് പെട്ടെന്ന് പൊളിയാ. ഇത് നല്ല വാപ്പാൻ്റെ മോനാണ്, നിസ്കാരം ദായിമ ഓത്തും മറ്റേ നേരല്ല. അപ്പം അല്ലാഹു തആല ഒരൊറ്റ കുഴിച്ചടിക്കൽ, പിന്നെ പള്ളിയല്ലാത്ത അഭയമല്ല. മറ്റൊരു പള്ളിയിൽ വരാത്ത എന്താന്ന് ഉസ്താദ് ചോദിച്ചാൽ എന്താ പറയാ? ഒഴിവില്ല ഉസ്താദ്, ബിസിയല്ലേ. എന്നാ ശരിക്ക് അല്ല, മജ്‌ലിസ് നൂറിന് നിങ്ങളൊന്ന് വരണം. എന്താ അതിന് ചെലവ് വരിക? അതിനെ പോത്തും പിന്നെ അതിൻ്റെ വാർഷികമാണ്, അതിൻ്റെ പോത്തും ഒരു 100 കിലോ അരിമ, അത് ഞാൻ തരാം. അത് നിങ്ങൾ ബേജാറാണ്ട, നിങ്ങളന്നൊന്ന് വരണം. ഞാൻ എവിടെയാണ് ഉണ്ടാകാൻ എനിക്കെന്നെ അറിയില്ല. ഞാൻ രാവിലെ കാനഡയിലാണെങ്കിൽ ഉച്ചക്ക് ഫ്രാങ്ക്ഫർട്ടിലാണ്. എൻ്റെ ആ ജാതി പാച്ചിലായി. അവസാനം ഫ്രാങ്ക്ഫർട്ടുമില്ല, പറയാ കാനഡയില്ല, ഒരടിയില്ല, ഒന്നുമില്ല, ഒരടിയില്ലാതെ. അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് പരിയിലിരിക്കാൻ സമ്മതിക്കൂല. പിന്നെ ആരും കുറ്റം പറയാതെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെ? പള്ളി. അവിടെ പോയി ഉത്തരവും. പെണ്ണുങ്ങൾ എന്ത് പറയും? അള്ളാഹ് മുതലെന്ന കാലത്ത് കുതിര വിട്ടിട്ടല്ലേ, മര്യാദയ്ക്ക് ഒരു 10 ഉറുപ്പ്യ ഞാൻ ചോദിച്ചിട്ട് തരില്ല. അളിയൻ അതിൻ്റെ ഇടയ്ക്ക് വന്നാണ് എന്തോ കീസിലാക്കി അരിയും കൂട്ടാൻ വെക്കാനും അളിയൻ പോളം ആങ്ങളെ കൊണ്ടുപോയി കൊടുത്തു. ഓനൊരു അസ്സലാമു അലൈക്കും സിറ്റ് ഔട്ടിലിരിക്കുന്നു. ഇവന് പറഞ്ഞില്ല. എന്തേ? ഇവനാ അസ്സലാമു അലൈക്കും മാത്രമൊന്നും ഇല്ലാന്ന് ആർക്കറിയാം? അളിയനറിയാം. ഇവന് സലാം ഉണ്ടായാലും പാടില്ല, ഉണ്ടായിട്ടില്ല പാടില്ല. പിന്നെ മര്യാദയ്ക്ക് നല്ലത് എന്താണ്? അപ്പോൾ ബിസിയില്ല, കാനഡയില്ല, ഒരടയില്ല, പള്ളി പോയി കുത്തിരുന്നു. മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ ആവും പകലും കരച്ചില്ല. ഇവൻ നല്ല വാപ്പാൻ്റെ മകന, ഇവൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. ഈ മുതൽ കൊണ്ട് പോവുകയാണെങ്കിൽ ഓൻ്റെ ഈമാൻ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഇരുന്നു. പല മൂല്യന്മാർക്ക് പൈസ കൊടുത്തു, എന്തൊക്കെ ചെയ്തു, മദ്രസിനോട് കരഞ്ഞു, ഒക്കെ ചെയ്തു. ഖുർആൻ ഓതി കരഞ്ഞു, മിമ്പറിൻ്റെ കാല് പിടിച്ച് കരഞ്ഞു, ഒക്കെ കരഞ്ഞിട്ടും ഇവൻ മരിക്കണത് വരെ ദാരിദ്ര്യം മാറിയില്ല.
പിന്നെ 1-2 കുട്ടികൾ അന്ന് 2 മാസത്തിനുള്ളിൽ ഗൾഫ് പോയി, നല്ല ജോലി കിട്ടി. ആ കൊല്ലം കോടിക്കണക്കിന് ഉറുപ്പ്യ കടം വീടി. അതിൻ്റെ കടം വീടിയിട്ട് നേരത്തെ വീടിയാൽ പിന്നെ നാശവും. നിങ്ങൾ ഇവിടെ ഉണ്ടോ അല്ലേ? മനസ്സിലുണ്ടോ പറഞ്ഞ? അപ്പോൾ ഒന്നിനും ബേജാറാകണ്ട. ഇത് കമ്മി വന്നാൽ പേടിച്ചാൽ മതി. ഇത് കമ്മി വന്നാൽ നമ്മളെ റബ്ബ് ഉറക്കെ പറയുന്നായി. നമ്മൾ ദരിദ്രനായതുകൊണ്ട് റബ്ബ് നമ്മൾ അകറ്റൂല, നമ്മൾ മുതലാളി ആയതുകൊണ്ടും അകറ്റൂല. ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയും മോമിനാണ്, ലോകത്തെ ഏറ്റവും വലിയ ഫഖീറും മോമിനാണ്. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഏറ്റവും വലിയ അത്ഭുതം. ഇന്ന മിൻ ഇബാദി, എൻ്റെ അടിമകളിലുണ്ട് ചില ആളുകൾ ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഗിന, സമ്പത്തല്ലാതെ. വലൗ അഫ്ഖർതുഹു, ഞാൻ അവനെ ദരിദ്രനാക്കിയാൽ ലഅഫ്സദഹു ദാലിക, ആ ദാരിദ്ര്യം അവൻ്റെ ഈമാനെ ഫസാദാക്കി കളയും. വ ഇന്ന മിൻ ഇബാദി, എൻ്റെ ദാസന്മാരിലുണ്ട് അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ദാസന്മാരിൽ തന്നെയുണ്ട് ചില ആളുകൾ ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഫഖർ, ദാരിദ്ര്യമല്ലാതെ. വലൗ അഗ്നൈതുഹു, ഞാൻ അവനെങ്ങാനും സമ്പത്ത് കൊടുത്താൽ ലഅഫ്സദഹു ദാലിക, ആ സമ്പത്ത് അവൻ്റെ ഈമാനെ നശിപ്പിച്ചു കളയും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പം നമുക്ക് കുറച്ച് കുഴപ്പം വന്നു. ഇതിനൊന്നും പേടിക്കണ്ട. സാധാരണ ആളുകൾ പറയും കച്ചവടം പൊളിഞ്ഞു ഉസ്താദേ. അതല്ല പ്രശ്നം. എൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാ? മര്യാദയ്ക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ഒരു സ്ത്രീ ആയിരിക്കണം എനിക്ക് പിന്നെ ദുബായിൽ നിന്നോ മറ്റോ മെസ്സേജ് അയച്ചു. എൻ്റെ ഭർത്താവ് ജയിലിലാണ്, 11 കോടി കടമാണ്, 11 കോടി കടമാണ്. എൻ്റെ ഭർത്താവ് ജയിലിലാണ്. ഇപ്പോൾ ദുആ ചെയ്യണ്ടേ, എനിക്ക് നിസ്കരിക്കാൻ വരെ കഴിയുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടാവും, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതാണ് പ്രശ്നം. കടം പ്രശ്നമല്ല. 11 കോടിയൊക്കെ അള്ളാഹ്, 110 കോടി അള്ളാഹ് എന്തൊക്കെ പ്രശ്നമാണ്. അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് വീട്ടാൻ ആർക്ക്? എൻ്റെ വഴി കാണിച്ചു തരേണ്ടത് ആരാണ്? വഴി കാണിച്ചു തരേണ്ടത് അള്ളാഹുവാണ്. കടം വീടിയില്ലാന്ന് പടച്ചോൻ എൻ്റെ ഇതെന്താ മനസ്സിലായില്ല. ഇത് കാറ്റർക്ക് തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നമാണോ? നമ്മളാണ് പറഞ്ഞാൽ റബ്ബൺ തരിക. വിചാര നിനക്ക് പറഞ്ഞിടേണ്ട ബാധ്യതയേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകും. പിന്നെ നമുക്ക് കടം വന്നിട്ടുണ്ടെങ്കിൽ കാരണക്കാരൻ ആരാണ്? അല്ലാണോ? അല്ലടോ. മാല മണിയക്കത്ത സദാ സൂക്ഷിച്ച് ചെലവഴിച്ചാൽ കടം ഉണ്ടാകുന്നല്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. കടം ഇന്ന് കൊടുത്ത് നാളെ വാങ്ങലേ ഉണ്ടാവുള്ളൂ. എന്താ പറഞ്ഞേ? അപ്പൊ കടം വരുത്തിയത് ആരെന്നെ? ഇയ്യെന്നെ. പക്ഷെ രക്ഷപ്പെടുത്തേണ്ടത് ആര്? അല്ലാഹ്. എന്തുകൊണ്ട്? നമ്മൾ മനസ്സിലായില്ല. അകത്ത് വൃത്തികേടുണ്ടാക്കിയത് കുട്ടി, പക്ഷേ ഇനി വൃത്തികേട് നന്നാക്കാൻ കുട്ടി കഴിയില്ല. അതും വേണം. കുട്ടിക്ക് എന്തേ കഴിയുള്ളൂ? മൂത്രിച്ച് കാട്ടിച്ച് മെഴുകി കഴിഞ്ഞാൽ നിറകരിയ. അല്ലാതെ കിണറ്റിങ്ങ പോയി വെള്ളം കൊണ്ടുവന്ന് വൃത്തിയാക്കാൻ കുട്ടി കഴിയോ? 6 മാസമായ കുട്ടിക്ക് എന്താടോ എന്താ കുട്ടിക്ക് എന്താ? കുട്ടി എടുക്കുന്ന പണി എന്താ? തീട്ടത്തിലും മൂത്രത്തിലും മെഴുകുക. ഉമ്മ എടുക്കണ പണി എന്താ? വൃത്തിയാക്കുക. നമ്മൾ കടണ്ടാക്കുക. വീട്ടേണ്ടതാര്? പിന്നെന്താ? നമ്മളെ പണി എന്താ? കടണ്ടാക്കല്. അള്ളാന്റെ പണി എന്താ? ഇതൊരു 33 പറഞ്ഞാലാ കടന്നുവിടും. നമ്മളെ പണി എന്താണ്? നമ്മളെ പണി എന്താ? തെറ്റ് ചെയ്യുക. അള്ളാന്റെ പണി എന്താ? പുറത്തു തരിക. ഞാൻ വിചാരിച്ച് തെറ്റി നടക്കണ്ട. തെറ്റ് ചെയ്യും. ഞാൻ മനുഷ്യനല്ലേ, ഞാൻ തെറ്റ് ചെയ്യൂലേ പഠിച്ചോനെ? അങ്ങനെ പറയാ. ഞാൻ തെറ്റ് ചെയ്യും. ഞാൻ മനുഷ്യനാണല്ലോ. ജിന്നെ മനുഷ്യനായി പഠിച്ചില്ലേ? ഞാൻ നബി അല്ലല്ലോ, ഞാൻ സാധാരണ മനുഷ്യനല്ലേ, ഞാൻ ജിബിലി അല്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്യും. ഷെജി ഗഫൂറാണ്. ജിന്നെ നോക്കി വിധിക്കണ്ട, നെന്നെ നോക്കി വിധിച്ചളാം. നമ്മൾ ഇപ്പോൾ വരുന്നല്ലോ, ഞങ്ങൾ നോക്കി വിധിക്കണ്ട, നെന്നെ നോക്കി വിധിച്ചളാം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായ ഒക്കെ ആർക്ക് വിടുക? ഇമാം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴക്ക് ദുആ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ദ്വാരക്കണ്ട പോയിക്കോളി, ഒരു കുഞ്ഞൻ ഉറുമ്പ് അതിൻ്റെ കൈകളിൽ പൊക്കിയിട്ട് ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടു. എത്രയും പെട്ടെന്ന് മഴ പെയ്യും, വേഗം വീട്ടിലേക്ക് മടങ്ങിക്കോളൂ, നിങ്ങളെ ദുആ വേണ്ട. ഒരു കുഞ്ഞൻ ഉറുമ്പിൻ്റെ ദുആ കൊണ്ടാണ് ഇന്ന് മഴ പെയ്യുക എന്ന് ആര് പറഞ്ഞു? സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. പേടിക്കണ്ട, ഉറുമ്പിനും എന്തുണ്ട്? ദുആ ഉണ്ട്. അല്ലാഹുമ്മ